അതിൽ ഫസ്റ്റ് വൺ ബൈ പെർഫോമൻസ്. അതായത് എ കോൺട്രാക്ട് മേ ബി ഡിസ്ചാർജ്ഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ലിസ്റ്റ്. അതായത് മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു കോൺട്രാക്റ്റിൽ നമ്മൾക്ക് എന്താ പറയുക, ഡിസ്ചാർജ് ചെയ്യുക, അത് വേണ്ടാന്ന് വെക്കാം. അത് ഏതൊക്കെ കേസിലാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. ഓക്കെ, ഡിസ്ചാർജ് പെർഫോമൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മറ്റേത് പെർഫോം ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുക പറഞ്ഞാൽ അതിൽ വിട്ടു നിൽക്കുന്നു, വേണ്ടാന്ന് വെക്കുന്നത്. ഓക്കെ, ഒരു കോൺട്രാക്റ്റ്. അപ്പോൾ ഏതൊക്കെ കേസിലാണ് നമുക്ക്, ഏതൊക്കെ കേസിൽ മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് പറ്റും? ഫസ്റ്റ് വൺ ബൈ പെർഫോമൻസ്. ഫസ്റ്റ് കേസ് ബൈ പെർഫോമൻസ്. ഞാൻ എല്ലാ പോയിന്റ്സ് ഇതിൽ എഴുതുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നോട്ടിലുണ്ടാവും. ഓക്കെ, ബൈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മോസ്റ്റ് ഒബീവിയസ് ഓർ നാച്ചുറൽ മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ പെർഫോമൻസ്. അതായത് പെർഫോമൻസ് ഡിലേ, അതായത് ഐദർ അറ്റംപ്റ്റഡോ അല്ലെങ്കിൽ ആക്ച്വലോ ആവുന്ന സമയത്ത് നമുക്ക് അത് പിന്നെ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിസ്ചാർജ് ചെയ്യാം, പെർഫോമൻസ് ഡിസ്ചാർജ് ചെയ്യാം. അതായത് പെർഫോമൻസിൽ ഡിലേ വരുന്ന സമയത്ത് നമുക്ക് ആ കോൺട്രാക്റ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ രണ്ട് പഠിച്ചല്ലോ, അറ്റംപ്റ്റഡും ആക്ച്വലും പഠിച്ചു. ആക്ച്വലും അറ്റംപ്റ്റഡും എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അതായത് അറ്റംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിയിൽ ഒരാൾ അറ്റംപ്റ്റ് ചെയ്യുന്നു, ആക്ച്വൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ പെർഫോമൻസിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് എന്താ? മ്യൂച്വൽ എഗ്രിമെൻറ്റ്. ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. മ്യൂച്വൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും സമ്മതം, മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ, അതായത് രണ്ട് പേർക്കും സമ്മതമാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് എന്താ ചെയ്യാം, നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ജസ്റ്റ് എ കോൺട്രാക്ട് ഈസ് ക്രിയേറ്റഡ് ബൈ മീൻസ് ഓഫ് എൻ എഗ്രിമെൻറ്റ്, ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് ഓർ ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. അത് ഒന്നെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഡിസ്ചാർജ് ചെയ്യാം, രണ്ട് പേരുടെയും മ്യൂച്വൽ എഗ്രിമെൻറ്റ് കൺസേൺ ഉണ്ടെങ്കിൽ. ഓക്കെ, മൂന്നാമത്തത് എങ്ങനെയാ? ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. ലാപ്സ് ഓഫ് ടൈം ആണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് നമുക്കൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും, ലാപ്സ് ഓഫ് ടൈം. ആ ടൈമിനുള്ളിൽ ചില കോൺട്രാക്ട് ടൈമിൻ്റെ ഉള്ളിൽ ഫുൾഫിൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അത് നടക്കുന്നുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് അണ്ടർ എ കോൺട്രാക്ട് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഓൺലി വിത്ത് ദ സ്പെസിഫൈഡ് പീരീഡ് കോൾഡ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. അതായത് ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും, ആ ടൈമിനുള്ളിൽ നടക്കാത്തതിനാണെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. നാലാമത്തത് എന്താ? ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തത് ഓപ്പറേഷൻ ഓഫ് ലോ. അതായത് ഓപ്പറേഷൻ ഓഫ് ലോയിൽ ഒരു 4 പോയിന്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡെത്ത് ഓഫ് ദ പ്രോമിസർ. അതായത് ഫസ്റ്റ് പോയിന്റ് ആണ് അതിൽ ഓപ്പറേഷൻ ഓഫ് ലോ, നിയമത്തിൻ്റെ കുറച്ച് ഓപ്പറേഷൻസിൻ്റെ കേസിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അതിലൊന്ന് ഡെത്ത് ഓഫ് ദ പ്രോമിസർ, അതായത് പ്രോമിസർ മരണപ്പെടുകയാണെങ്കിൽ. രണ്ടാമത്തത് ഇൻസോൾവൻസി. ഒരാൾ ഇൻസോൾവൻസി പറഞ്ഞാൽ പാപ്പരായി പോവുക, പെട്ടെന്ന് അയാൾക്ക് ആ സമയത്ത് അത് ഈ ഒരു കോൺട്രാക്ട് കപ്പാസിറ്റി കേപ്പബിൾ ആയിരിക്കണം എന്നുണ്ടാവും. പെട്ടെന്ന് ആൾക്ക് എന്തെങ്കിലും സംഭവിച്ച് നിയമം അനുശാസിക്കുന്നതിലാണെങ്കിൽ ഇൻസോൾവൻ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ മേജർ എന്ന് പറഞ്ഞാൽ എന്താ? Accounting to a party in the contract merges to the superior rights account to the same party. The earlier contract is discharged. അതായത് എന്താണ് മേജർ എന്ന് പറഞ്ഞാൽ മുന്നേ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ കോൺട്രാക്റ്റ് പിന്നെ അത് മേർജ് ചെയ്യുക, അതായത് അതേ പാർട്ടിക്ക് തന്നെ വീണ്ടും ആ കോൺട്രാക്റ്റ് മേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സമയത്തും നമുക്ക് ആ കോൺട്രാക്റ്റ് എന്ന് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. അതായത് ഇപ്പോൾ രണ്ട് പേര് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, ആ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ നമുക്കത് കോൺട്രാക്റ്റിനെ മേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയത്, അപ്പോൾ ഏർലിയർ കോൺട്രാക്ട് ഡൺ ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് ആ കോൺട്രാക്റ്റിനെ ഡിസ്ചാർജ് ചെയ്ത് പോവാം. പിന്നെ മെറ്റീരിയൽ ഓൾട്രേഷൻ. അതായത് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? is one which varies the rights, liabilities or the position of the parties. As such, you should not that immaterial alteration
such as correcting the clerical errors of spelling. അതായത് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ വരുന്ന റൈറ്റ്സ്, ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൽ ചെറിയ ഏരിയസോ അല്ലെങ്കിൽ ക്ലറിക്കൽ എറേഴ്സ് ഒക്കെ സംഭവിച്ചിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റിൽ ആ സമയത്ത് നമുക്കത് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്ത് പോവാം. അങ്ങനെ 4 കേസാണ് ഓപ്പറേഷൻ ബൈ ലോയിൽ വരുന്നത്. ഒന്ന് ഡെത്ത് വരുന്ന സമയത്ത്, രണ്ടാമത്തത് ഇൻസോൾവൻസി ആവുന്ന സമയത്ത്, പിന്നെ മേർജിങ് കേസ് മർജർ വരുന്ന സമയത്ത്, നാലാമത്തത് മെറ്റീരിയൽ ഓൾട്രേഷൻ വരുന്ന സമയത്ത്. ഓക്കെ, ദെൻ അഞ്ചാമത്തത് ഏത്, അതിന് ആ 4 പോയിന്റാണ് ഓപ്പറേഷൻ ഓഫ് ലോയിൽ വരുന്നത്. അഞ്ചാമത്തെ കേസ് ഏതാണ്, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ് എന്താ, ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പോസിബിൾ അല്ലാത്ത കേസിൽ. ഓക്കെ, ആ സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റിനെ ഡിസ്ചാർജ് ചെയ്ത് പോവാം. അതായത് നമുക്ക് അതിൽ പറയുന്ന ഒബ്ലിഗേഷൻസ് മുന്നോട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സർട്ടൻ കേസസിൽ ആ സമയത്ത് നമുക്ക് വാലിഡ് റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്ത് പോവാം അത്തരം കേസിലും. അതായത് due to some reasons which are beyond the control of the parties, the performance of the contract becomes impossible. അതായത് ഇതിലെ പാർട്ടീസിൻ്റെ കാരണമായിരിക്കില്ല, അവർക്ക് ചില കാരണങ്ങളാൽ അവരുടെ കയ്യിലില്ലാത്ത കാരണങ്ങളാൽ എന്താ പറയുക, നമ്മൾ പറയും നമ്മളതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും അവർക്ക് മുന്നോട്ട് അത് ഇമ്പോസിബിൾ ആണ് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാമെന്നുണ്ടെങ്കിലും നമുക്കത് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റിനെ ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്, ഡിസ്ചാർജ് ബൈ ബ്രീച്ച്. അടുത്തത് ഡിസ്ചാർജ് ഓഫ് ബ്രീച്ച് വരുന്ന, അതായത് the parties to it are expected to perform it unless they are excused. If any party refuses, fail to perform his part of the contract, a breach of contract occurs and the contract is discharged. അതായത് 2 പാർട്ടീസ് ഉണ്ടാവുമല്ലോ കോൺട്രാക്റ്റിൽ. അപ്പോൾ അതിലൊരു പാർട്ടി പറയാണ് എനിക്ക് ഇതിൽ മുന്നോട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഫെയിൽ ആവുകയാണ് അല്ലെങ്കിൽ റെഫ്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വരുന്നത്. അപ്പം ആ സമയത്തും ഈ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്തിട്ട് പോവാം. ഓക്കെ, മുന്നോട്ട് കൊണ്ടുപോകാതെ നമുക്ക് എടുക്കാം. അത് 2 കേസിലാണ് വരുന്നത്, ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും എന്ന് പറഞ്ഞ 2 കേസിലാണ് ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ ഇത്രയും കേസസ് ആണ് വരുന്നത്. ബൈ പെർഫോമൻസ്, 2 മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ, ദെൻ ലാപ്സ് ഓഫ് ടൈമിൽ ലാഗ് വരുന്ന സമയത്ത്, ദെൻ ഓപ്പറേഷൻസ് ഓഫ് ലോയിൽ നമ്മൾ 4 പോയിന്റ് നേരത്തെ നോക്കി, അത്തരം കേസിലും നമുക്ക് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് വരും. ദെൻ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, മുന്നോട്ട് പെർഫോം ചെയ്യാൻ കഴിയാത്ത അവരുടെ കാരണങ്ങളല്ലാത്തൊരു കാരണത്താൽ വരുന്ന സമയത്തും നമുക്ക് ഈ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാം.